പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്കാരം. വളരെ സങ്കടകരമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് വേണ്ടിയാണ് വാർത്ത 24. കൊല്ലം ജില്ലയിലെ പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശവും അതുപോലെ പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിൻ്റെ അതിർത്തി പ്രദേശമായ സിംഗപ്പൂർ ജംഗ്ഷനിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം അകലെ കൈതപ്രമ്പ് സ്വദേശിയായ ചരിവിളപ്പുത്തൻ വീട്ടിൽ രജികുമാറും ദിവ്യ ദമ്പതികൾ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുകയുണ്ടായി. ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. സാമ്പത്തിക ബാധ്യതയാണ് ഈ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് നമ്മൾ നാട്ടുകാരോടും പൊതുപ്രവർത്തകരോടും പോലീസിനോടും തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത്. ഏകദേശം 10 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉണ്ടായെന്നാണ് നാട്ടുകാരിൽ ചെന്ന് ഞങ്ങളോട് കാര്യങ്ങൾ സംസാരിച്ചത്. ഇന്ന് വൈകുന്നേരത്തോട് കൂടി സാമ്പത്തിക പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീക്ക് പൈസ കൊടുക്കാമെന്ന് പറഞ്ഞു. ആ സ്ത്രീ വന്ന് കണ്ടപ്പോഴാണ് ആ 2 ദമ്പതികൾ തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടത്. ഏകദേശം 12ഉം 11ഉം വയസ്സുള്ള 2 കുഞ്ഞു മക്കളാണുള്ളത്. ഒരു ആണും പെണ്ണും ആണ് അവർക്കുള്ളത്. എന്തായാലും വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ നിമിഷം നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള മരണങ്ങൾ കേരളത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം ഒരു ഓട്ടോ തൊഴിലാളിയാണ്. ഇലക്ട്രിക്കൽ ഓട്ടോ ഓടിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നതെന്നാണ് മറ്റൊരാൾ പറഞ്ഞത്. കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇലക്ട്രിസിറ്റിയുടെ പണം ഏകദേശം 8500 രൂപ ബാധ്യതയുള്ളതിൻ്റെ പേരിൽ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷൻ വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ ആ സാഹചര്യം ഇലക്ട്രിക്കൽ ഓട്ടോ ചാർജ് ചെയ്ത് ഉപജീവനമാർഗം മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റു പല മേഖലയിൽ നിന്നും മറ്റ് ഫിനാൻസ് കമ്പനികളിൽ നിന്നുമൊക്കെ അദ്ദേഹം പണം കടമെടുത്തിട്ടുള്ളതായും നാട്ടുകാരിൽ ചിലർ ഞങ്ങളോട് സൂചിപ്പിച്ചു. എന്തായാലും വളരെ സങ്കടകരമായ ഒരു വാർത്ത തന്നെയാണ്. 2 കുഞ്ഞു മക്കളാണ് ഉള്ളത്. എന്തായാലും പത്തനാപുരം പോലീസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി ബോഡി ഇപ്പോൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആംബുലൻസിൽ നിന്നും പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണ്. പ്രാഥമിക നടപടികളെല്ലാം പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ സംസ്കാര ചടങ്ങുകൾ നടക്കൂ എന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. നിരവധി ആളുകളും നാട്ടുകാരും വളരെ സങ്കടത്തോടു കൂടിയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ പ്രദേശത്ത് കടന്നപ്പോൾ ഞങ്ങളോട് സംസാരിച്ചത്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിലുള്ള ആത്മഹത്യകൾ വളരെ ഞെട്ടലോടുകൂടി തന്നെയാണ് നമ്മൾ എല്ലാവരും കണ്ടത്. ഇത്തരം ആത്മഹത്യകൾ ഒന്നിനും പരിഹാരമല്ല എന്നും വളരെ ബോധവൽക്കരണങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിൽ പോലും സാമ്പത്തികപരമായി ഇത്തരം ആളുകൾ ഈ കാണിക്കുന്ന ചതി അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ ആലോചിച്ച് ചെയ്യാത്ത ഒരു സംഗതിയായി പോയി തന്നെയാണ് വാർത്ത 24 മനസ്സിലാവുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങളും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ തീർച്ചയായും എത്തിക്കാം. രജികുമാർ ദിവ്യ ദമ്പതികൾക്ക് ഏഴംകുളം ഗ്രാമപഞ്ചായത്തിലെ കൈതപ്പറമ്പ് സ്വദേശിനികളാണെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. ഇവിടെ പട്ടാഴി വടക്കേക്കിൽ അവിടെ മറ്റൊരു വീട്ടിൽ അദ്ദേഹത്തിന് വാടക പോലും കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും അറിഞ്ഞുകൊണ്ട് പട്ടാഴി വടക്കേക്കരയിൽപ്പെട്ട ഒരു വ്യക്തി ഒരു പ്രവാസിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ആ വീട് ഫ്രീ ആയി താമസിക്കാനുള്ള ഒരു സൗകര്യമാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് പോലും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള സംഭവം വളരെയധികം സാമ്പത്തിക ബാധ്യത 10 ലക്ഷത്തിലധികം രൂപയുടെ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നാണ് ചിലർ ഞങ്ങളോട് പങ്കുവച്ചത്. എന്തായാലും അദ്ദേഹം നാട്ടിലെ എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഓട്ടോ ഡ്രൈവറാണ്, നല്ല മനുഷ്യനാണ്. പക്ഷേ സാമ്പത്തികപരമായ അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും മരണം കൊണ്ടുപോയിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലാണെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നാട്ടിൽ ഉണ്ടാകാതിരിക്കട്ടെ. എത്ര പ്രതിസന്ധി ഉണ്ടായാലും അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ മനുഷ്യന് പ്രാപ്തനാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സിംഗപ്പൂരിൽ നിന്നും ക്യാമറമാൻ സാദിഖിനൊപ്പം അജിത് പട്ടാഴി, വാർത്ത 24.